എടി അമ്മ വാങ്ങിച്ചോടി. സത്യമുള്ള പൈസയാണ്, കൂലി വേല ചെയ്തുണ്ടാക്കിയ പൈസയാണ്. വാങ്ങിച്ചോ. എല്ലാവരും നിർത്തൂ. പിന്നെ നാട്ടുകാരെന്ത് പറയാന്നുള്ളതൊന്നും എനിക്ക് വിഷയമില്ല. അവര് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അമ്മ പറഞ്ഞല്ലോ അമ്മ, ഞാൻ കള്ളം പറഞ്ഞിട്ടാണ് പോയതെന്ന്. ശരി തന്നെ, ഞാൻ കള്ളം പറഞ്ഞിട്ട് തന്നെ പോയത്. ഇല്ലായിരുന്നെങ്കിൽ ഇവിടുന്ന് ആരും എന്നെ വിടത്തില്ലായിരുന്നല്ലേ. പിന്നെ ഞാൻ പോയി ചെയ്ത പണി അത് പൈസ കിട്ടി. ശരി തന്നെ, അമ്മ പറഞ്ഞല്ലോ ഇപ്പം എന്നെ കൊണ്ട് അങ്ങനെ ചെയ്താ ഞാൻ അങ്ങനെ പണി ചെയ്തിട്ടുള്ള കാശൊന്നും ഇവിടെ വേണ്ടെന്ന്. പക്ഷേ ശരി തന്നെ, ആൻറ്റിയോട് 10 രൂപ അരി മേടിച്ചിടുമ്മ. എന്നാ കുഞ്ഞിനും തന്നലായെന്ന് പറയുന്നത് പിള്ളേരല്ലേ. അച്ഛൻ കോൺട്രാക്ടർ, അമ്മ മാനേജർ തന്നെ, മാമൻ ഗൾഫിലും തന്നെ. അമ്മ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ ഈ വീട്ടിന് വേണ്ടി. പിന്നെ എന്തിനാ അമ്മ? അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അച്ഛാ, അച്ഛൻ ആനപ്പുറത്ത് ഇരുന്ന് വെച്ച് മകന്റെ ചന്തിക്ക് തഴമ്പ് എടുത്തില്ലെന്ന്. ആ അച്ഛൻ തന്നെയല്ലേ അച്ഛനെ പഠിപ്പിച്ചിട്ടുള്ളേ എല്ലാ ജോലിയും ഇവിടം കൊണ്ട് ചെയ്യണമെന്ന്. അച്ഛൻ ഒരു മഹാകുടുംബത്തില് വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച മനുഷ്യനല്ല അച്ഛാ. എന്നിട്ട് അച്ഛൻ ആ സ്വത്തും പണമൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് എന്തൊക്കെ പണി ചെയ്തച്ചാ. മേശിരിപ്പണി ചെയ്ത്, കൂലിപ്പണി ചെയ്ത്. എന്തിന്? നമ്മുടെ പാറമടയിൽ പാറ ഒരു പൊട്ടിക്കാൻ പോയില്ല അച്ഛാ. ആ അച്ഛന്റെ മോനച്ഛൻ ഞാൻ. എന്നെ എന്തും ചെയ്യാൻ പഠിപ്പിച്ച അച്ഛന്റെ മോൻ. അതുകൊണ്ട് ഈ കേച്ചു ഈ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും അച്ഛാ. ഈ നിൽക്കണ അച്ഛനും അമ്മയും മാട് പണിയെടുക്കണ നടന്ന് പണിയെടുക്കണ എനിക്ക് കണ്ടുകൊടുക്കാൻ പറ്റൂല അച്ഛൻ. മകളെ കേശു, ഒരു പരിധി വരെ അച്ഛൻ്റെ പരാജയം നിങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. ചിന്തിച്ചാ പറയണേ അച്ഛന്റെ പരാജയം? ഒരിക്കലും ഇല്ല. ആൾക്കാരെ തരംതിരിച്ച് കാണാതെ ഒരുപോലെ കാണാൻ അച്ഛനല്ലേ അച്ഛനെ പഠിപ്പിച്ചത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹിമയുണ്ടെന്ന് പഠിപ്പിച്ച ആരച്ഛ? അച്ഛനല്ലേ. അച്ഛൻ തന്നെ ഇങ്ങനെ പറഞ്ഞ അതുകൊണ്ടല്ലേ അച്ഛാ ആരുടെ മുമ്പിലും നമ്മളെല്ലാരും നെഞ്ചും വിരിച്ചെന്ന് പറയണേ. നമ്മളൊക്കെ ചൂലം കൊടി ബാലേന്ദ്രൻ തമ്പിയുടെ മക്കളാണ്.